ഫിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുൽക്കാരി തെച്ചിക്കോട്ടയിലാട്ടോ ഈ സാരി വന്നിരിക്കുന്നത്. പ്യുവർ വൈറ്റുമാണ്. ഇതിൽ ബോഡി ഫുള്ളായിട്ടും പ്യുവർ വൈറ്റ് വന്നിട്ട് സൈഡിൽ ബോർഡറാണ് വരിക. ഇങ്ങനെ ഒരു ലാവണ്ടർ ഷെയ്ഡിലുള്ള നല്ലൊരു എംബ്രോയ്ഡറി വർക്കുകളാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. നമുക്ക് വാഷ് ചെയ്യണതിനൊന്നൊരു കുഴപ്പമില്ല, അതുപോലെ അയൺ ചെയ്യേണ്ട കാര്യങ്ങളില്ല. അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. ഞാൻ പുൽക്കാരിയുടെ ഒത്തിരി തവണ കൊണ്ടുവന്നിട്ടുമുണ്ട്, ഇതിനകത്ത് വീഡിയോ ചെയ്തിട്ടുമുണ്ട്. ഇതിൽ പിന്നെ കട്ട് വർക്കൊന്നുമില്ല കേട്ടോ, എംബ്രോയ്ഡറി വർക്കുകളാണ്. നല്ല ഫ്ലവേഴ്സായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സും പിന്നെ ക്രീമിലും പിന്നെ ഒരു പേൾ വൈറ്റിലും 3 ഷെയ്ഡിലാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. പ്യുവർ വൈറ്റിലുള്ള എല്ലാത്തിൻ്റെയും ബോർഡറിൽ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്ന. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ടൊന്ന് കാണാം. ഇതാണ് ഇതിൻ്റെ മറ്റൊരു ഷെയ്ഡ്, ഒരു ബ്രിക്ക് റെഡിൻ്റെയൊക്കെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് വരും. അത് ഇങ്ങനെയാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്കുകൾ വരിക. ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ. പല്ലു പോർഷൻ ഇങ്ങനെ വരുന്നു. ബോർഡർ ഫുള്ളായിട്ടും ഈ എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത്. ഇതാണ് ബോഡിയിലുള്ള ഡിസൈൻ. ഇങ്ങനെ ബോഡി പാർട്ട് ഫുള്ളായിട്ടും പുൽക്കാരി തെച്ചിക്കോട്ടയിലാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2419 വരുന്നത്. ഈ ലോവർ പോർഷനിലുള്ള ഈ എംബ്രോയ്ഡറി വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടും ലോവറിൽ വരുന്നുണ്ട്. ഈ ഭാഗത്ത് വരുമ്പോൾ നമ്മുടെ ഈ പ്ലേറ്റിൻ്റെ ഭാഗം വരെ വരുന്നുള്ളൂ. പ്ലേറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെയും വരുന്നു. ഇതാണ് അതിൻ്റെ മറ്റൊരു ഡിസൈൻ. ഈ ഡിസൈനിൽ മാത്രം ഡിഫറൻസ് വരുന്നുള്ളൂ. ബോഡി ഫുൾ വൈറ്റിൽ പുൽക്കാരി അതുപോലെ തെച്ചിക്കോട്ടയിലും കൂടിയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെയാട്ടോ. ഇപ്പോൾ ഇതിൻ്റെ തന്നെ ബ്ലൗസ് ഇടുമ്പോഴും നമുക്കൊരു പ്രത്യേക ഭംഗിയായിരിക്കും. ഇപ്പോൾ ഇതേലും വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൽ പ്രത്യേകിച്ച് സ്ലീവിൻ്റെ ഏരിയയിൽ വർക്കൊന്നുമില്ല. പിന്നെ ബോഡി പാർട്ടിൽ ലോവർ പോർഷനിൽ ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കുകളാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നത്. 2 സൈഡിലും ആ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഈ സൈഡിൽ പ്ലീറ്റ്സിൻ്റെ ഭാഗം വരെ വരുന്നുള്ളൂ. ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. റേറ്റ് 2419. നല്ലൊരു ലാവണ്ടർ ഷെയ്ഡ്. ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സെയിം സാരി തന്നെയാണ് കേട്ടോ ഇത്. ഇങ്ങനെയാണിത് വരിക. ഈ പ്യുവർ വൈറ്റിൽ ഇപ്പോൾ വേറെ ഏതൊരു കളറിൽ ബോർഡർ വേണമെന്നുള്ളവർക്കൊക്കെ അനുയോജ്യമായൊരു പാറ്റേണിലാട്ടോ ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. ഇങ്ങനെ പല്ലു വരുന്നു. ഇതാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്കുകൾ വരിക. ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ബോഡി പാർട്ടിൽ നിറയെ പുൽക്കാരി വർക്ക് വരുന്നുമുണ്ട്. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇതാണ് കേട്ടോ ഇതേ ഡിസൈൻ വരുന്നത്. ഒരു പീച്ചിൻ്റെയൊക്കെ ഒരു ഷെയ്ഡായിട്ട് വരും. ബോർഡറിലുള്ള കളർ ഡിഫറൻസ് മാത്രമേ ഇതിനകത്ത് മാറ്റം വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ബോഡി പ്യുവർ വൈറ്റിൽ വരുന്നു. സൈഡിൽ ഇങ്ങനെയുള്ള എംബ്രോയ്ഡറി വർക്കുകൾ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത്. കണ്ടോ, ഉൾഭാഗത്ത് ഇങ്ങനെയത് ഈ എംബ്രോയ്ഡറി വർക്കിൻ്റെ ഉൾഭാഗം ഇങ്ങനെയാട്ടോ വരുന്നത്. ഇതാണ് നമ്മൾ കാണുന്ന ഭാഗവും. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. പ്ലേറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയും വരുന്നു. ഇതൊരു ക്രീം ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഡിസൈൻ വരിക. ഇതുണ്ട്, ഇതിലുള്ള പുൽക്കാരി ഒരു കട്ട് വർക്ക് പോലെയുള്ള ഇതാണ് ഡിസൈനാണ് വരിക. പല്ലു പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഈ ഡിസൈൻ ലോവർ പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ടും വരുന്നുണ്ട്. വിത്ത് ബ്ലൗസാട്ടോ. ബ്ലൗസ് പീസ് പ്ലെയിനാണ്. റേറ്റ് 2419 തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ബോഡി പാർട്ട് ഇങ്ങനെയാണ് വരിക. ഇതും ഒരു ക്രീം ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. പുൽക്കാരി തെച്ചിക്കോട്ടയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി വരിക. ഇങ്ങനെ വരുന്നു. സൈഡിൽ ഇങ്ങനെയാണ് എംബ്രോയ്ഡറി വർക്ക്. ഒരു ബ്രിക്ക് റെഡിൻ്റെയൊക്കെ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്കുകൾ വരിക. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇങ്ങനെ ബോഡി പാർട്ട് വരുന്നു. പ്ലേറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെ. ഇത് ക്രീമിലൊരു പീച്ച് ഷെയ്ഡായിട്ടാട്ടോ വരുന്നത്. ഇതിൽ നല്ലൊരു റോസ് ഫ്ലവർ, അതുപോലെ ഗ്രീന്, അതിൻ്റെ സ്റ്റെമ്മൊക്കെ ഒരു ഗ്രീൻ അങ്ങനെ വരുന്നു. പിന്നെ സൈഡിൽ ഇങ്ങനെ ഒരു ലൈനായിട്ടാണ്
വരുന്നത്. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിനുമായിട്ട് വരുന്നു. ബോഡി പാർട്ട് ഇങ്ങനെയാണ് വരിക. 2419 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നമുക്കിത് വാഷ് ചെയ്യുന്നതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല. റഫ് യൂസ് ചെയ്യുന്നതിനും യാതൊരു പ്രോബ്ലം ഇല്ലാത്ത ഒരു സാരി. നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഈ കളർ കോമ്പിനേഷൻ ഒത്തിരി ഭംഗിയായിട്ട് തന്നെയാണ് വരുന്നത്. നമുക്കിത് റഫ് യൂസ് ചെയ്യുന്നതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ലാത്ത സാരി. ഇപ്പോൾ ഡെയിലി വെയർ ആയിട്ടൊന്നും യൂസ് ചെയ്യാൻ യാതൊരു പ്രോബ്ലം ഇല്ല. ഇതിൽ ഫുള്ളായിട്ട് ഫുൾക്കാരി വർക്കാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈനും അതുപോലെ ബോഡിയും വരുന്നത്. ലാവണ്ടർ ഷെയ്ഡിലാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്കുകൾ വരുന്നത്. അതിലൊരു ഗ്രീൻ സ്റ്റെമ്മൊക്കെ ആയിട്ടാണ് ഇത് വരുന്നതും. അതൊക്കെയാണ് ഇതിനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ബോഡി പാർട്ട് ഫുള്ളായിട്ടും ആ പുൾക്കാരി വർക്ക് വരുന്നു. അതുപോലെ പ്ലീറ്റ്സിൻ്റെ ഭാഗം എല്ലാത്തിൻ്റെയും പോലെ തന്നെ ഇങ്ങനെ തന്നെയാണ് വരിക. ഇത് മറ്റൊരു കളറ്. ഇതിൻ്റെ ബോർഡറിൽ മാത്രം, ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, ബോർഡറിൽ മാത്രമുള്ള മാറ്റം വരുന്നുള്ളൂ. ബാക്കിയെല്ലാം സെയിം. ഇങ്ങനെയാണ് വരിക. 2419 ഈ സാരി വരിക. നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കാണ്. ലോവർ പോർഷനിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടും വരുന്നു. നമുക്കിത് 1 ലെയർ ആയിട്ടും അതുപോലെ ചെറിയ ചെറിയ പ്ലേറ്റഡ് ആയിട്ടും എല്ലാം ഇതിന് വെയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ബോഡി പാർട്ടിൽ വരിക. ഇതൊരു പേൾ ക്രീമിലാട്ടോ വരുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ 3 ടൈപ്പാട്ടോ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ പ്യുവർ വൈറ്റ്, രണ്ടാമത്തെ ക്രീം, ഇത് ഇച്ചിരി ലൈറ്റായിട്ട് വരും. ഒരു പേൾ ക്രീമിലാണ് വരിക. ഇതിൻ്റെ സൈഡിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും കൂടിയാണ് വരുന്നത്. ഇങ്ങനെയാണ് വരിക. ഇതിൻ്റെ റേറ്റും ഡിഫറൻസ് ഉണ്ട്. 2560 ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു പോർഷൻ വരിക. ഒരു ബ്ലാക്ക് ആട്ടോ. അതിൽ ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടെ വരുന്നു. ബോഡി പാർട്ട് ഫുള്ളായിട്ടും ഫുൾക്കാരി തെച്ചിക്കോട്ടയാണ് വരിക. ഇങ്ങനെയാണ് പ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ വരുന്നത്. നല്ലൊരു പീച്ച് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. വേണ്ടോ, ഇതിൻ്റെ ഈ എംബ്രോയ്ഡറി വർക്കുകൾ ഇങ്ങനെയാട്ടോ വരുന്നത്. ഇതിൽ കട്ട് വർക്കും കൂടെ വരുന്നുണ്ട്. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നു. ഇങ്ങനെ ബോഡി പാർട്ട് വരുന്നു. പ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോൾ ഇങ്ങനെയാണ് വരിക. 2560 ഇതിൻ്റെ റേറ്റ് വരിക. നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാട്ടോ. ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരിക. കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടെ വരുന്നുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നുമുണ്ട്. നമുക്കിത് 1 ലെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റഡ് ആയിട്ടും വെയർ ചെയ്യാൻ പറ്റും. ഈ ഭാഗം വരെ ഈ എംബ്രോയ്ഡറി വർക്ക് കട്ട് വർക്കും കൂടെ വരുന്നുണ്ട്. ബോഡി പാർട്ട് ഇങ്ങനെയാണ് വരിക. 2560 ഇതിൻ്റെ റേറ്റ് വരിക. ഇത് മറ്റൊരു ഷെയ്ഡ്. ഇങ്ങനെയാണ് കേട്ടോ. ഒരു ഗ്രീൻ്റെ ഒക്കെ ഷെയ്ഡായിട്ട് വരും. ചെറിയ ഫ്ലവറായിട്ട്. അതുപോലെ ഇതേലും ചെറിയ ഫ്ലവറായിട്ട് കട്ട് വർക്കുകൾ വരുന്നുണ്ട്. ഇതും കട്ട് വർക്കാട്ടോ വരുന്നത്. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വരുന്നുണ്ട്. സിമ്പിളാണ്, പക്ഷെ നല്ല ഭംഗിയിലുമാണ്. നമ്മളിത് വെയർ ചെയ്യുമ്പോൾ തന്നെ ഇതുണ്ടോ, നല്ലൊരു ഭംഗിയിൽ തന്നെയാണ് വരുന്നത്. ഇനിയിപ്പോൾ ഈ കട്ട് വർക്കിൻ്റെ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ഈ കട്ട് വർക്കിൻ്റെ ഈ ഭാഗത്ത് ഒരു കട്ടിങ് പോലെ കാണാം. അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. അതെല്ലാത്തിനും വരുന്നുമുണ്ട്. ഇതൊരു ലാവണ്ടർ ഷെയ്ഡിലാണ്. ഇതിൻ്റെ ചെറിയ ഡിസൈനായിട്ട് വന്നിട്ട് ചെറിയൊരു ഫ്ലവറായിട്ടാണ് വരിക. ഇങ്ങനെയാട്ടോ ഇതിൽ വരുന്ന ഈ ഡിസൈൻ. വേണ്ട, ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. നല്ല പെർഫെക്ഷനായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. വിത്ത് ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടെ വരുന്നുണ്ട്. ആ ഫ്ലവർ കുറച്ച് ചെറുതാണെന്നേ ഉള്ളൂ. അതുപോലെ ഗ്രീൻ ലീവ്സ് എല്ലാം വരുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് വെയർ ചെയ്യാം. ഒരു ചർച്ച് വെയറായിട്ടോ ഓഫീസ് വെയറായിട്ടും ഒക്കെ നമുക്ക് വെയർ ചെയ്യാവുന്നൊരു സാരിയാണ്. അതുപോലെ റഫ് യൂസ് ചെയ്യുന്നതിൽ യാതൊരു പ്രോബ്ലം ഇല്ല. വാഷ് ചെയ്യാം. ഇങ്ങനെയാണ് ബോഡി പാർട്ട് വരിക. അപ്പോൾ ഞാൻ ഈ പുൾക്കാരി തെച്ചിക്കോട്ടയുടെ 3 ടൈപ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാ ഇഷ്ടമെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക.